ആഹാ ഇതെനിക്ക് ഭയങ്കര വെരി പേഴ്സണൽ കാറ്റഗറി ആക്ച്വലി. ശിവാങ്കി ആരാണത്? அண்ணா வந்து பார்க்க தான் ஜாலி ஆனா உள்ள ரொம்ப டீப்பான ஒரு பர்சன். I feel you are a different person. Really? ഡെയിനെ പോലെ ഒരാളൊക്കെ ആണോ? അത് ഞാൻ ഓൾറെഡി ആ ഷോയിൽ ചോദിച്ചു. എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ യുവർ കൺസെപ്റ്റിനോർ എന്തെങ്കിലും? അയ്യോ പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നേ? இந்த அண்ணனை பற்றி ஒரு வார்த்தை ஏதேனும் பேச முடியுமா? அந்த மாதிரி எந்த அண்ணனை பற்றி பேச முடியாது. ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിലുണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. ശിവാങ്കി നെക്സ്റ്റ് കാറ്റഗറി ഏതാണ്? ആഹാ ഇതെനിക്ക് ഭയങ്കര വെരി പേഴ്സണൽ കാറ്റഗറി ആക്ച്വലി. എൻ്റെ അമ്മയ്ക്കും ഭയങ്കര പേഴ്സണൽ ആയിരിക്കും. ബെസ്റ്റ് ടെലിവിഷൻ ആങ്കർ 2025. ബെസ്റ്റ് ടെലിവിഷൻ ആങ്കർ ആരാണെന്ന് നോക്കുന്നു. ശിവാങ്കി ആരാണത്? മ്യൂസിക്കൽ വൈഫ് അറ്റ് ഫ്ലവേഴ്സ് ടിവി. അതിലെ പേര് ഡെയ്ൻ ഡേവിസ്. ഡെയ്ൻ ഡേവിസ് ആണ് ഞങ്ങളുടെ ടെലിവിഷനിലെ ഹോസ്റ്റിനുള്ള അവാർഡ് ഇവിടെ ഇതാ ശിവാങ്കി നൽകുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഓർമ്മയൊക്കെ വരുന്നുണ്ടോ ഈ ഒരു മൊമെന്റിൽ? ഡെയ്ൻ എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. എനിക്കിങ്ങനെ ഒരു അവാർഡ് തീരുമാനിച്ചതിൽ കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വളരെ യാദൃശ്യമായിട്ടാണ് എന്നെ ഇതിലോട്ട് വിളിച്ചത്. അപ്പോൾ ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എൻ്റെ ബ്രദറിന് ഒരു ബേബി ബോയ് ഉണ്ടായി. അപ്പോൾ ആ വാർത്ത അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അതിലേറെ സന്തോഷം. ശിവാങ്കി എനിക്ക് അവാർഡ് തരുന്നു. അതാണ് ഇവിടുത്തെ മൂമെന്റ് ഓഫ് ദ ഡേ. അപ്പോൾ കാരണം ഇപ്പോൾ എനിക്ക് ലഭിച്ച ഷോ എന്ന് പറയുന്നത് മ്യൂസിക്കൽ വൈഫ് എന്ന് പറഞ്ഞ ഷോയാണ്. അപ്പോൾ അതിൽ ബിന്നി ചേച്ചിയാണ് അതിലെ വൺ ഓഫ് ദ പില്ലർ. അപ്പോൾ അതിൽ ഇടയ്ക്ക് പില്ലറാവാനായിട്ട് ശിവാങ്കി വരാറുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഫാമിലി പോലെ നിൽക്കുന്ന ഒരു ഷോയിൽ അതേ ഫാമിലി മെമ്പർ തന്നെ എനിക്കിങ്ങനെ ഒരു പുരസ്കാരം തന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും. അപ്പം ശിവാങ്കി പറയുന്നുണ്ടായിരുന്നു ഡെയ്നെ പോലെ ഒരാളൊക്കെ ആണോ? അത് ഞാൻ ഓൾറെഡി ആ ഷോയിൽ ചോദിച്ചു. അത് ഓൾറെഡി അത്യാവശ്യം വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു വീഡിയോ ചെയ്ത് അത് കിട്ടില്ല അല്ല. എന്നാൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ യുവർ കൺസെപ്റ്റിനോർ എന്തെങ്കിലും? നോ മാറ്റം. അയ്യോ ഇല്ല ഇല്ല. ഡെയ്ന്റെ ബ്രദർ ആയിട്ടാണോ കാണുന്നത്? இந்த அண்ணனை பற்றி ஒரு வார்த்தை ஏதேனும் பேச முடியுமா? அந்த மாதிரி எந்த அண்ணனை பற்றி பேச முடியாது. நல்ல அண்ணனா ஒரு எம்மாதிரிയുള്ള അണ്ണൻ? ഇപ്പൊ ഞാൻ തമിഴിൽ സംസാരിക്കണോ മലയാളം? തമിഴിൽ சொல்லுங்கோமா. என்ன ലാംഗ്വേജ് ഇത്? എല്ലാ ഭാഷയും എല്ലാ തെലുങ്ക് കന്നഡ എല്ലാ ഭാഷ ഒരേപോലെ ഇരിക്കുന്ന പോലെ തോന്നും. പക്ഷെ മറുമറു ഭാഷകളാണ് സംസാരിക്കുന്നത്. അണ്ണ வந்து பார்க்க தான் ஜாலி ஆனா உள்ள ரொம்ப டீப்பான ஒரு பர்சன். മനസ്സിലായില്ല? ഇല്ല. ചേട്ടൻ വന്ന് കാണാനാണ് ഭയങ്കര ഹാപ്പിയാണിത്. പക്ഷെ ഉള്ളിൽ ഭയങ്കര ഡീപ്പായിട്ട് തനക്കുന്ന് നിറയെ ഫിലോസഫീസ് ഉള്ള ഒരു പേഴ്സൺ ആണ്. ഓ അന്യൻ മാതിരി. അതെ, വെളിയിൽ ചിരിച്ചോണ്ടിരിക്കും പക്ഷെ ഉള്ളിൽ ഫിലോസഫർ ഒളിഞ്ഞെടുപ്പുണ്ട്. അങ്ങനെയല്ല, ഉള്ളില് ബാക്ക് ഓഫ് ദ മൈൻഡില് കുറെ ഉണ്ട്. And I feel you are a different person. Really? Yeah. Okay. Oh, split multiple personality. അങ്ങനെയല്ല, എപ്പോമേ ക്യാമറയിൽ ചിരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോമേ വേറൊരു ആളുണ്ടാവും. സോ അന്ത മാതിരി ഒരാള്. ഡെയ്നു ചേട്ടൻ വിളിക്കണ ഇപ്പൊ എന്താ? അതേപോലെ ഡെയ്നും വന്ന് ഒരു ഇൻസൈഡില് ഒരു അമേസിംഗ് ആയ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ഓ സൂപ്പർ. അടുത്ത അവാർഡ് Dazzler Etana Best Program Producer 2025. Dazzler Etana Best Program Producer Digital 2025 ആരാണ്? ശാന്തനു ഹരീഷ്, The Kenna Show. ശാന്തനു ആണ്. കെന്നനെ കൂടി ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. സോ രണ്ടുപേർക്കും കൂടെ ചേർന്ന് ശിവാങ്കിയാണ് ഞങ്ങളുടെ മെമന്റോ ട്രോഫി നൽകുന്നത്.
ഡിജിറ്റലി ഭയങ്കരമായിട്ട് വൈറലായ ഒരു കാര്യമായിരുന്നു കെന്നയും ശിവാംഗിയും കൂടെ ചെയ്തൊരു ഷോ. എന്ത് തോന്നുന്നു? അത് കഴിഞ്ഞ് ദേ ഇവിടെ ശിവാംഗിനെ നേരിട്ട് കാണുമ്പോൾ കെന്നയ്ക്ക് എന്താണ് ശിവാംഗിയോട് പറയാനുള്ളത്? തുടക്കത്തിൽ ശിവാംഗി സംസാരിച്ചപ്പോൾ എനിക്കും ശിവാംഗിയോട് ഒരുപാട് താങ്ക് യു. കാരണം ആ ഒരു വീഡിയോയ്ക്ക് ശേഷം എന്നെ എവിടെ ചെന്നാലും എല്ലാ ആൾക്കാരും തിരിച്ചറിയുന്നത് ശിവാംഗിനെ ഇൻ്റർവ്യൂ എടുത്ത ആളല്ലേ. തൊടുപുഴ എന്ന് പറഞ്ഞ പേരാണ് എവിടെ ചെന്നാലും. ഞാൻ അതിന് ശേഷം പുറത്ത് ട്രിപ്പൊക്കെ പോകുമ്പോഴും ആദ്യം വന്ന് പറയുന്നത് തൊടുപുഴ റംലാത്തയുടെ കട, അങ്ങനെ കുറച്ച് ആ ഒരു ഇൻ്റർവ്യൂവിൽ ഫേമസ് ആയ എല്ലാ കാര്യങ്ങളാണ് ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നത്. താങ്ക് യു സോ മച്ച് ശിവാംഗി. കാരണം ശിവാംഗിനെ എനിക്ക് പലപ്പോഴും എൻ്റെ തന്നെ അതേ ക്യാരക്ടറായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഭയങ്കര ടോക്കറ്റീവാണ്, ഇമോഷണലാണ്, കുറച്ചൊക്കെ സിംറ്റംസ് ഞങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ തുടക്കത്തിൽ താങ്ക് യു പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു, അയ്യോ എനിക്കും കൂടെ ഒന്ന് താങ്ക് യു പറയണം എന്നുള്ളത്. അപ്പോൾ ഞാൻ അപ്പൂസേട്ടനോട് പ്രത്യേകം പറഞ്ഞു എനിക്ക് വേറെ ഒരു അവസരം കിട്ടിയില്ലെങ്കിലും ശിവാംഗി കയറാൻ നേരത്ത് എനിക്ക് ശിവാംഗിയോട് കുറച്ച് താങ്ക് യു. കാരണം ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടെങ്കിലാണ് കോണ്ടൻറ്റ് വൈറലാവുള്ളൂ. വൈറലാകണം എന്ന് വിചാരിച്ച് ചെയ്ത ഒരു കോണ്ടൻറ്റും അല്ല, നമ്മൾ ജസ്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കണമെന്ന് തന്നെ എനിക്ക് തന്നെ മനസ്സിലാകാൻ പറ്റുന്നില്ല. അപ്പം ഒരുപാട് മെസ്സേജസും ഒരുപാട് സ്നേഹവും എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ നെഗറ്റീവ് കമൻസ് മാത്രം വന്നേക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. താങ്ക് യു സോ മച്ച്. 3 വാട്ടി അതെ സോ ശാന്തനു, കാരണം ഇവരുടെ രണ്ടുപേരുടെ ഇന്റർവ്യൂവിൽ ബീങ് എ പ്രൊഡ്യൂസർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് ഏതായിരുന്നു? ഏത് മൊമെന്റ് ആയിരുന്നു ഇവരുടെ ഇന്റർവ്യൂവിൽ ബീങ് എ പ്രൊഡ്യൂസർ ഇഷ്ടപ്പെട്ടത്? ചേട്ടനൊന്നും വന്നിരുന്നുല്ലേ? ഇല്ല, ഞാനൊന്നും വന്നിട്ടില്ല. ഇല്ല, വാ. ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് അയക്കുകയായിരുന്നു ഞങ്ങള്. ഇവിടെ ഇരുന്നുള്ള പരിപാടികളായിരുന്നു. അപ്പൊ എന്തായിരുന്നു ഇവരുടെ ഷോ കണ്ടപ്പോൾ ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു മൊമെന്റ് എന്തായിരുന്നു? പിക്ക് മൊമെന്റിൽ പറഞ്ഞാലോ? ഇതില് കല്യാണത്തിനെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അതായിരുന്നു കുറച്ചും കൂടി റീൽസിലൊക്കെ കുറച്ചുകൂടി കല്യാണത്തെ പറ്റി പറയുന്നത്. ഓക്കെ, സോ എന്താണ് പറയാനുള്ളത്? സന്തോഷം. ഇതില് ശരിക്കും പറഞ്ഞാൽ ഞാനൊരാളല്ല, അപ്പുസേട്ടൻ എല്ലാം മെയിനായിട്ട് നോക്കുന്ന അപ്പുസേട്ടനാണ്. പിന്നെ ഓവറോൾ നമ്മളെ ക്രൂ എല്ലാവർക്കും നന്ദി. സൂപ്പർ, താങ്ക് യു. എനിക്ക് കുറച്ച് താങ്ക്സും കൂടെ പറയാനുണ്ട്. അപ്പൂസേട്ടൻ, ശാന്തനു, ബിജോ. കാരണം ഇവരാണ് ഞാൻ ഓരോ സജഷൻസും ഇങ്ങനെ കൊടുക്കാൻ നേരത്ത് ഇവരാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇരുന്ന് ഇവരെ കോർഡിനേറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും എല്ലാം. അപ്പോൾ ഞാൻ അപ്പൂസേട്ടനോട് ചോദിക്കുമ്പോൾ എന്തായില്ലേ, ഇതെന്താ അവർ തരാത്തതെന്നൊക്കെ ഇവരെയാണ് ഞാൻ പ്രഷർ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് ശാന്തനു, അപ്പൂസേട്ടൻ ആൻഡ് ബിജോ ആൻഡ് ഇതിൻ്റെ പുറകിൽ എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി ഫ്രം ദ ബോട്ടം ഓഫ് ഹാർട്ട്. ആൻഡ് ശിവാംഗി, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി അടിപൊളി ആവട്ടെ ശിവാംഗിയുടെ ലൈഫ്, ഇതുപോലെ തന്നെ സക്സസ് ആവട്ടെ. ആൻഡ് എനിക്കൊരു ഹാപ്പി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശാന്ത. നീ ശിവാംഗി ലാസ്റ്റ് ഒരു അവാർഡും കൂടി. മൈൽസ്റ്റോൺ എനിക്ക് ഈവന്റ് ചെയ്ത് ഷെയർ ഒന്നേ പറ്റൂ. എന്തായാലും ഒന്നും തന്നില്ലെങ്കിൽ ഞങ്ങളുടെ അപ്പൂസിന്റെ ജീവിതമെങ്കിലും ഞങ്ങൾ തരും. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് വിന്നർ ആരാണെന്ന് ചേച്ചി അനൗൺസ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു. ഡാസ്ലർ എറ്റർണ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ്. ഓക്കെ, ഡാസ്ലർ എറ്റർണ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് വേദിക ശ്രീകുമാറാണ്. വേദിക ശ്രീകുമാർ for the movie ചന്ദാ പച്ചാൻ. ഇത് എത്രാമത്തെ അവാർഡാണ്? രണ്ടാമത്തെ അവാർഡാണ്. പടത്തിൽ നമ്മുടെ റോഷന്റെ മകളായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. റോസമ്മയായിട്ടാണ് എത്തിയിട്ടുണ്ട്. എന്തൊരു വൈറലായിരുന്നു എൻ്റെ പൊന്നെ. എന്താണ് ഇവരോടൊക്കെ പറയാനുള്ളത്? എന്താണ് ഇതിന്റെ രഹസ്യം? എന്താണ് ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ വിജയത്തിന്റെ? അതെന്താ, എനിക്ക് കിട്ടിയ കഴിവല്ലേ. ഓ, അങ്ങനെ ഇതെവിടെ നിന്നാണ് ഈ കഴിവ് വന്നത് നമുക്ക്? അതറിയത്തില്ല. അച്ഛൻ്റെ നിന്നാണോ അമ്മേൻ്റെ നിന്നാണോ? രണ്ടുപേരുടെ നിന്നാണ്. പിന്നെ ചത്താപ്പച്ചയിൽ മമ്മൂക്കേനെ കണ്ടായിരുന്നോ? പിന്നെ എങ്ങനെയുണ്ട് മമ്മൂക്ക? മമ്മൂക്ക ഭയങ്കര പാവമാണ്. പിന്നെ എനിക്ക് ഇത്രയും ലെജൻഡ് ആക്ടറിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല. അതിനൊരു ബിഗ് താങ്ക്സ്. നിനക്ക് ഓർമ്മയുണ്ടോ മമ്മൂക്ക ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിന്നപ്പോ എന്തു തോന്നി പെട്ടെന്ന് കണ്ടപ്പോ? എന്റെ കിളി പാറി. മമ്മൂക്കേനെ അത്ര നേരം ഫുള്ള് സൗണ്ട് ഉണ്ടായിരുന്ന സെറ്റ് സൈലന്റ് ആയി. മമ്മൂക്കൊക്കെ എല്ലാരും പിൻ ഡ്രോപ്പ് സൈലന്റ് ആയി. നീ എന്ത് ചെന്ന് ചെയ്തു? മമ്മൂക്കനെ ചെന്ന് കെട്ടിപ്പിടിച്ചോ, ഉമ്മ വെച്ചോ? മമ്മൂക്ക തന്നെ എന്റെ അടുത്ത് വന്നിട്ട് പേരെന്താ അങ്ങനെയൊക്കെ ചോദിച്ചു. പിന്നെ മമ്മൂക്കയെ കാണുമ്പോ ഒരു ഇതുണ്ടാവല്ലോ, അതന്നെ എനിക്ക് തോന്നിയത്. ഓ മൈ ഗോഡ്, മമ്മൂക്ക എന്താണ് മമ്മൂക്ക? കാലാകാലങ്ങളായിട്ട് എല്ലാവരുടെ മനസ്സിൽ ഗൂസ് ബംസ് ആയിട്ട് മമ്മൂക്ക പോവാണ്. സോ ഒന്നും ചെയ്തില്ല മമ്മൂക്കനെ. ഒന്നും ചെയ്യില്ല. ഇപ്പൊ മമ്മൂക്ക ഫ്രണ്ടിൽ വന്ന് നിന്നാ എന്ത് ചെയ്യുന്നീ? മമ്മൂക്കിനെ പോയി ഹഗ് ചെയ്യും.
ഹഗ് ചെയ്യും. ഓക്കെ, മമ്മൂക്കയ്ക്ക് ഒരു പാട്ട് പാടി കൊടുക്കാൻ പറഞ്ഞാൽ ഏത് പാട്ട് പാടി കൊടുക്കും? മമ്മൂക്കയ്ക്ക് ഇപ്പൊ ഏത് പാട്ട് പാടിക്കൊടുക്കാം? മമ്മൂക്കയാണ് നിൽക്കുന്നത്, ഏത് പാട്ട് പാടി കൊടുക്കും? നിനക്ക് ഇഷ്ടമുള്ളത്, നിനക്ക് ഇപ്പം മമ്മൂക്കയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നത് 2 വരി, എനി സോങ്. ഏതപ്പോ പറയാ? എനിക്ക് മമ്മൂക്കയെ കണ്ട സൈലന്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഒരു 2 വരി ഏത് പെട്ടെന്ന് പണിച്ച് വരുന്ന ഏതായാലും കുഴപ്പമില്ല. ആ പാട്ടാണ് പാടിക്കൊടുക്കുക. ഓ സ്വീറ്റ്. എന്തേ പല്ല് എവിടെ പോയി? എന്റെ പല്ല് പോയി. ഇപ്പൊ സെറ്റ് പല്ലും കൊണ്ടാ ഞാൻ നടക്കുന്നത്. ആണോ? ഇത് ആരെങ്കിലും അടിച്ച് കളഞ്ഞതാണോ? ആടിപ്പെരുന്നതാ. അങ്ങനെ പോയതാണ്. കാരണം കഴിഞ്ഞ തവണ എൻ്റെ മോളെ കാണുമ്പോൾ അവൾക്ക് പല്ലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ 2 എണ്ണം പോയെന്ന് തോന്നുന്നു ഫ്രണ്ടിലെ. ഒരെണ്ണേ പോയിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ സെറ്റ് പല്ലും കൊണ്ടാ നടക്കുന്നത്. കണ്ടിന്യൂറ്റിക്ക് വേണ്ടി. ഓ കുഞ്ഞു മനസ്സിൽ എന്ത് പ്രിപ്പറേഷനാണ്. ഞാൻ പോലും ഇത്രയും പ്രിപ്പറേഷൻ ആകുന്നില്ല. വലുതാകുമ്പോൾ ആകാനാണ് ആഗ്രഹിക്കുന്നത്? ഫ്രണ്ടിൽ ലെന ചേച്ചിയുണ്ട്, സായി ചേട്ടനുണ്ട്, പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. ആരാകണം? എനിക്കൊരു പ്രൊഡ്യൂസറും ആവണം, അതിൽ കൂടെ തന്നെ ഒരു ആക്ടറും ആവണം. ഓ അല്ലു അർജുൻ ഷെയർ മേടിക്കും പുഷ്പേല പോലെ, അതാണോ? ആണോ സായി ചേട്ടാ? ഇനി പേയ്മെന്റ് ഒന്നുമില്ല, ഷെയർ മതി. എന്നാലും ഇന്ത്യൻ സിനിമയിലെ ഏത് നടിയെ പോലെ ആകണമെന്ന് പറഞ്ഞാൽ ആരെ പോലെ ആകും ഇന്ത്യൻ സിനിമയില്? എല്ലാം നടിമാരെ പോലെ എനിക്ക് അച്ചോടാ, വെരി സ്വീറ്റ്. അപ്പൊ ശ്രീരേഖ ചേച്ചി, നമുക്ക് ആ അവാർഡ് കൂടി മോക്ക് ആദ്യം ഒന്ന് കൈമാറാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. സോ ഞങ്ങളുടെ ഡാസ്ലർ റിട്ടേൺ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആണ് വേദിക ശ്രീകുമാർ ഫോർ ദ മൂവി ചത്താപ്പച്ച. നല്ലൊരു കൈയടി ഞങ്ങളുടെ മോക്ക് കിട്ടിയുണ്ട്. നീ പോവാൻ പറ്റട്ടെ. ഡാസ്ലർ റിട്ടേൺ തരുന്ന ഗിഫ്റ്റ് കൂടി ഉണ്ട്. ഈ അവാർഡ് ഓടിച്ചെന്ന് ആർക്ക് കൊടുക്കും? അമ്മക്ക് കൊടുക്കും. അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും കൂടെ കൊടുക്കും. ഇനി ഒരു സർട്ടിഫിക്കറ്റ് കൂടിയുണ്ട്. ഞങ്ങളുടെ നല്ലൊരു കൈഡി എടുക്കാൻ നോക്ക്. ഞങ്ങളുടെ വളർന്നു വരുന്ന ഒരു ഭാവി താരം കൂടിയാണ് വേദിക. അച്ചടാ, ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടും മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോടും എന്താ പറയാനുള്ളേ? എന്റെ സിനിമ കാണാത്തവരൊക്കെ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ട് കാണണം കേട്ടോ. ഓ മൈ ഗോഡ്, സോ അപ്ഡേറ്റഡോ. എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. അവാർഡ്സ് വാങ്ങിക്കാൻ വരുന്ന എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. മോളെ, നീ വളർന്നൊരു രശ്മിക മന്ദാനയാവും ചേച്ചി പറയുന്നു കേട്ടോ. അടിപൊളി. ഇപ്പോഴേ ശരിക്കും ഇതുപോലെ തന്നെ ഞങ്ങളുടെ കൊച്ചു വയസ്സിൽ തന്നെ ഇത്രയും ഭംഗിയായിട്ട് സംസാരിക്കുന്ന വേദികയെ കണ്ടു. ഇതുപോലെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തരംഗമായ വേറൊരാളുകൂടിയുണ്ട്. ആരാന്നറിയോ? നമ്മുടെ ശിവാംഗി ചേച്ചി. കാണാറുണ്ടോ ശിവാംഗി ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ? കാണാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും ഷോർട്സിലൊക്കെ. ആണ്. ചേച്ചിയുടെ സംസാരമൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ചേച്ചിയോട് എന്താണ് പറയാനുള്ളത്? ചേച്ചി അസാധ്യ ഗായിക കൂടിയാണ്. ചേച്ചിയുടെ റീൽസ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ചേച്ചിക്ക് ഒരു പാട്ട് പാടി കൊടുക്കാൻ പറഞ്ഞാ? മമ്മൂക്കയ്ക്ക് മറ്റേത്, വേറെ ഏതെങ്കിലും ഒരു പാട്ട്, എനി പാട്ട്. ഞാനൊന്നും പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ല. നീ സെറ്റ് വല്ലവരെ ആയിട്ട് നടക്കുന്നുണ്ട്, എന്നിട്ടാണ് ഒരു പാട്ട് പാടാൻ ഇത്രയ്ക്ക്? സെറ്റ് വല്ലുണ്ട് കയ്യില്, എന്നിട്ടൊരു ചോദിച്ച ഏത് പാട്ടാ പറയാ? ചേച്ചി ഒരു പാട്ട്. സോറി മോളെ, ചേച്ചിയുടെ ജോലിയിൽ എല്ലാവരെയും പാട്ട് പെടുത്തുക എന്നുള്ളതേ ചേച്ചിക്ക് തന്ന ദൗത്യമുള്ളൂ. ചേച്ചിക്ക് അത്രയും കഴിവില്ല. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി മോളെ നിർത്തിയാൽ ഞാൻ പാടുപെടും, അതുകൊണ്ട് മാത്രം ഞാൻ അവളെ പറഞ്ഞയക്കുന്നു. താങ്ക് യു സോ മച്ച്. സൂക്ഷിച്ചു പോകണം. ഡാസ്ലർ റിട്ടേൺ ബെസ്റ്റ് ഇൻസ്പിറേഷണൽ സെലിബ്രിറ്റി ഓഫ് ദ ഇയർ ആണ്. ഇവിടെ ഇതാ അനൗൺസ് ചെയ്യാൻ പോകുന്നത് അശ്വതി ശ്രീകാന്ത്. ചേച്ചിക്ക് അവാർഡ് കൊടുക്കാൻ ഞാൻ ആരുമല്ല, നാട്ടുകാരൻ എന്ന രീതിയിൽ ചേച്ചി സോറി. എന്നാൽ അവാർഡ് നൽകണം. അസ്കറാണ് അവാർഡ് നൽകുന്നത്. യെസ്, അശ്വതി എന്താണ് പറയാനുള്ളത്? താങ്ക് യു സോ മച്ച്. അതാണ് ആദ്യം പറയാനുള്ളത്. എന്ത് അംഗീകാരവും സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇത് ബെസ്റ്റ് ഇൻസ്പിറേഷണൽ സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് ഭാരമുള്ളൊരു വാക്കാണ്. അത് കുറച്ചധികം ഭാരമുള്ള വാക്കാണ്. അത്രയധികം ഇൻസ്പയർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആരെങ്കിലുമൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് എല്ലാവർക്കും നന്ദി. ഒരുപാട് ഇൻസ്പിറേഷണൽ വീഡിയോസ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വ്യൂസ് വന്നത് ഏത് ടോപ്പിക്കിനാണെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ അശ്വതിക്ക്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ റിലേറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴോ അല്ലെങ്കിൽ പേരൻറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പറയുമ്പോഴാണെന്ന് എനിക്ക് തോന്നാറുണ്ട്.
അതാണ് കൂടുതലായിട്ട് വ്യൂസ് വരുന്നത് കണക്ട് ചെയ്യുന്നത് ആളുകൾ അതാണ് തോന്നുന്നു. സൂപ്പർ. ഇന്നത്തെ ജെൻ ആൽഫയോട് ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? ജനാൽഫിനോട് എനിക്കൊന്നും പറയാനില്ല. അവരിൽ നിന്നും നമുക്ക് ഇങ്ങോട്ടേക്ക് പഠിക്കാനാണുള്ളത്. കുറേ കാര്യങ്ങൾ അവരെ കണ്ടിട്ട് അൺലേൺ ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ്. പൊതുവെ എല്ലാവരും ജെൻസി ജനാൽഫൊക്കെ ഭയങ്കര പ്രശ്നമാണെന്ന് പറയും. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഭയങ്കര എമ്പത്തിയുള്ള, ലോകത്തിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നോക്കി കാണുന്ന വ്യത്യസ്തമായ പെർസ്പെക്റ്റീവുള്ള കുട്ടികളാണ്. അപ്പോൾ അവരെ ഗൈഡ് ചെയ്യാൻ മാത്രം നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് എന്നെനിക്ക് തോന്നാറുണ്ട്. സുഭാ, അപ്പോൾ എന്തായാലും ഇതുപോലെ നല്ല കണ്ടന്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് അശ്വതി. Dazzler Etana, most versatile content creator and celebrity interviewer. ഡാസ്ലർ എറ്റാന ഞങ്ങളുടെ മോസ്റ്റ് വെർസറ്റൈൽ കോണ്ടന്റ് ക്രിയേറ്റർ ആൻഡ് സെലിബ്രിറ്റി ഇന്റർവ്യൂവർ Pooja Krishna. പൂജ കൃഷ്ണയാണ് ഞങ്ങളുടെ ഇത്തവണത്തെ ഈ ഒരു അവാർഡ് ഇവിടെ ഇതായിട്ട് വാങ്ങാൻ എത്തുന്നത്. പൂജ, എനിക്ക് ഒറ്റയ്ക്ക് ഈ അവാർഡ് വാങ്ങാൻ പറ്റില്ല. സോ ഓഫ് കോഴ്സ് അഖിൽ പ്ലീസ് കം ടു സ്റ്റേജ്. അഖിലിനെ കൂടി ഒന്ന് വിളിക്കുകയാണ്. അഖിൽ, യെസ്, ഇനി ഓക്കെ ആയി, കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ ശിവാങ്കിയാണ് അവാർഡ് നൽകുന്നത്. പ്ലീസ് മ്യൂസിക്. ഈ സമയത്ത് എന്ത് തോന്നുന്നു? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അഫ്കോഴ്സ് നമ്മളിപ്പോൾ ഒരു കോണ്ടന്റ് ആൾക്കാർ കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് ആർക്കും അറിയില്ല. അഫ്കോഴ്സ് അഖിലാണ് മൈ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടീവ് സിസ്റ്റം. കാരണം എൻ്റെ എഡിറ്ററാണ്, എൻ്റെ ക്യാമറമാനാണ്, ഞാൻ ചീത്ത വിളിക്കുമ്പോൾ അത് കേൾക്കുന്ന ആളാണ്. ബിക്കോസ് ഞങ്ങൾ തമ്മിലുള്ള മോസ്റ്റ് ഫൈറ്റ് തന്നെ ഉണ്ടാകുന്നത് ഒരു കോണ്ടന്റ് ഇറങ്ങുന്നതിലാണ്. സോ ഇപ്പം ഞാനൊരു അവാർഡ് വാങ്ങുമ്പം അഖിലില്ലാതെ അത് വാങ്ങുന്നത് ഇറ്റ്സ് ലൈക്ക് ഇൻകംപ്ലീറ്റ് ആണ്. സോ അതുകൊണ്ടാണ്. സോ യാ, ആൻഡ് താങ്ക് യു സോ മച്ച് മൈൽ സ്റ്റോൺ. എന്താ പറയുക, നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നില്ല. അല്ല, എന്താന്ന് പറഞ്ഞാൽ പിങ്കില് നല്ല കോണ്ടന്റ് ആണ്, നല്ല എന്താ പറയാ സോളിഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ സൂപ്പർ. കാരണം തുടക്കത്തിലൊക്കെ എനിക്കൊക്കെ എത്താനായിട്ട് നമ്മൾ ചേച്ചീനെയും പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഒരു ഡിജിറ്റൽ മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. സോ ഞങ്ങളുടെ പിങ്ക് ചാനലിൽ അതേപോലെ ഓരോ സ്ഥലത്തു നിന്ന് വർക്ക് ചെയ്ത ആൾക്കാരുടെ ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ട് വന്നൊരു പോഡ്കാസ്റ്റ് ചാനലാണ്. ആൻഡ് നൗ ഇറ്റ്സ് ബിക്കമിങ് ഹ്യൂജ് ആൻഡ് ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. ആൻഡ് യാ, ഞാൻ അഖിൽ ഒരു 2 വാക്ക് സംസാരിക്കണം. 2 വാക്ക് പ്ലീസ്. താങ്ക് യു സോ മച്ച്. ഭയങ്കര ക്യാമറ കോൺഷ്യസ് ആണ്. അതാണ് ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്നത്. എനിവേസ് ഐ എം സോ പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് ആൻഡ് താങ്ക് യു സോ മച്ച്. കാരണം ഇവർ രണ്ടുപേരും കൂടെ ചെയ്യുന്നത് കണ്ടന്റുകൾ ഭയങ്കര ഹിറ്റാണ്, റീൽസ് എല്ലാം ഭയങ്കര വൈറലാണ്. സോ ചെയ്തത് ഏറ്റവും സംതൃപ്തി തോന്നി അല്ലെങ്കിൽ സമൃദ്ധി നൽകി തന്ന ഒരു റീൽ ഏതായിരിക്കും? റീസെൻ്റ്ലി ഞങ്ങളുടെ ഒരു റീല് ഒരു 30 മില്യൺ അടിച്ചു. സോ ഐ വാസ് ലൈക്ക്, ഞങ്ങൾ ചുമ്മാ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകണ നേരത്തെ ഐ വാസ് ലൈക്ക് ഓക്കെ ലെറ്റ്സ് ഡു വൺ റീൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡെയിലി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു കാര്യം ചുമ്മാ എടുത്തിട്ടു. ബട്ട് ഇറ്റ് വെൻ സോ വൈറൽ. ആ കാര്യം ഒന്ന് പറയാവോ, കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി? എന്താണ് ചെയ്ത കാര്യം എന്നുള്ളത്? ഇറ്റ്സ് ലൈക്ക് അഖിൽ പുറത്തേക്ക് പോവാണ് വിത്തൗട്ട് സെയിങ് ഐ ലവ് യു and I'm coming back and I'm saying like എന്താ baby I love you പറയാത്തെ. So that went viral. Super. Thank you. അപ്പോൾ നല്ല കോണ്ടന്റുകൾ ഇനിയും ചെയ്യാം. Yeah, thank you so much. Yeah. Thank you Pooja and thank you so much. Yeah, thank you Shivangi also. I'm super fan. Thank you so much. So thank you so much Pooja. Moving on.